നമുക്ക് നിധിയുടെ സുധീഷിന്റെ വരാൻ പോകുന്ന ദിവസങ്ങളിലെ നല്ലൊരു കഥയായിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ കുടുംബക്ഷേത്രത്തിൽ പോയി വഴിപാടുകളൊക്കെ അതിഗംഭീരമായിട്ട് തന്നെ സുഭാഷും സുധീഷും എല്ലാവരും കൂടെ ചേർന്ന് നടത്തി. അപ്പം വഴിപാടുകളൊക്കെ സുധീഷും കൂടെ ചേർന്നിട്ടാണ് നടത്തിയത്. കാരണം ശൂലംകുത്തും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ സുധീഷാണ് നടത്തിയത്. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നിധിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. കാരണം സുധീഷ് ഇത്ര റിസ്ക് എടുത്ത് കുടുംബത്തിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നൊരു ചിന്ത. അതുപോലെ തന്നെ ശൂലം കുത്തിയിട്ട് വന്നു കഴിഞ്ഞപ്പം നിധി ചെന്നിട്ട് സുധീഷിൻ്റെ അടുത്ത് ചെന്നിട്ട് സുധീഷിന് വേദനിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സുധീഷിന് ഭയങ്കര ആശ്വാസമായിരുന്നു. കാരണം ഇങ്ങനെ നിധി അടുത്തേക്ക് വരുമെന്നും ഇങ്ങനെയൊക്കെ തൻ്റെ അടുത്തിരിക്കുന്നു ഒരിക്കലും പ്രതീക്ഷയില്ല. ഒരു പുതിയ ജീവിതം തനിക്ക് ഉണ്ടാകുന്ന പോലെ പെട്ടെന്ന് തന്നെ സുധീഷിന് തോന്നി. അതിനുശേഷം അവിടെയൊക്കെ കാണാനായിട്ട് രണ്ടുപേരും കൂടെ ഇറങ്ങുന്നുണ്ട്. ഇറങ്ങുന്ന സമയത്ത് സുധീഷ് വാതോരാതെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു നിധി. രണ്ടുപേരും കൂടെ അങ്ങനെ ജോലി അടിച്ചു പോകുന്ന സമയത്ത് കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ടായിരുന്നു. അപ്പം ഭാസ്കരനൊക്കെ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന അവിടെയായിരുന്നല്ലോ. ഈ പറയുന്ന സുധീഷിന് ആ സ്ഥലത്തെക്കുറിച്ച് അത്ര വലിയ ഓർമ്മയും കാര്യങ്ങളൊന്നുമില്ല. കുഞ്ഞുനാളിലെ ഇവിടുന്ന് പോയതാ അച്ഛൻ തങ്ങളെയും വിളിച്ചോണ്ട്. അതുകൊണ്ട് പിന്നെ കൂടുതലായിട്ട് ഓർമ്മകളൊന്നുമില്ല. പക്ഷെ അമ്മ വീട് ഇവിടെ എവിടെയോ ആണെന്നറിയാം, കൃത്യമായിട്ട് അറിയത്തില്ല താനും. അങ്ങനെ എന്ത് ചെയ്തു, ഒടുവിൽ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം അവർ വീട്ടിലേക്ക് തിരികെ വരുവാണ്. ഈ സമയത്താണെങ്കിലോ നീതുവിൻ്റെ വിവാഹം മുടങ്ങിയല്ലോ. നീതുവിനെ കൂട്ടുകാരനെ കൊണ്ട് കെട്ടിക്കാന്നുള്ള അതിമോഹമായിട്ട് ക്ഷേത്രത്തിലേക്ക് പോയെങ്കിലും അഖിലിന് അത് സാധിച്ചില്ല. താൻ പ്രഗ്നന്റാ, തൻ്റെ വയറ്റിൽ ഹരീഷിന്റെ കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആകെപ്പാടെ നാണം കേട്ട് വീട്ടിലേക്ക് വരുവാണ്. വീട്ടിൽ വന്ന് കയറി ഉടനെ ദേഷ്യപ്പെടുവാണ് നീതുവിനോട്. അഖില, എടി വൃത്തികെട്ടവളെ, ഒരുപെട്ടവളെ, നീ എന്തു ഭാവിച്ചാടി ഇത്? കണ്ടവന്റെ കുഞ്ഞിനെ വയറ്റിലിട്ട് മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ക്ഷേത്രത്തിൽ വെച്ച് എന്തൊക്കെയാണ് നീ വിളിച്ചു കൂവിയത്? നിനക്ക് വല്ല ബോധം ഉണ്ടോന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും നീതുവിൻ്റെ അമ്മ പറഞ്ഞു, എടി സത്യവാനോട് നീയെ പറഞ്ഞ ക്ഷേത്രത്തിൽ വെച്ച്, അതോ ഈ കല്യാണം മുടക്കാൻ വേണ്ടി പറഞ്ഞാണോ? അപ്പോഴേക്കും നീതു മനസ്സിലാലോചിച്ചു, കല്യാണം മുടക്കാൻ വേണ്ടി താൻ കള്ളത്തരം പറഞ്ഞെന്ന് പറഞ്ഞാൽ മിക്കവാറും ഇപ്പം തന്നെ വീണ്ടും തന്നെ കൊണ്ടുപോയിട്ട് ആ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ തൻ്റെ കല്യാണം നടത്തും. ആ പ്രേമനുമായിട്ട് അതൊരു കാരണവശാലും പാടില്ല. ഇവിടെ സത്യം പറയാൻ പാടില്ല. പെട്ടെന്ന് തന്നെ നീതു പറഞ്ഞു, ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്, ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു. എടി, എന്തായാലും കുടുംബത്തിനെ മാനം കളയാൻ ജനിച്ചവളെ ഇങ്ങനെ ഒരു വിഷസന്ധതിയാണല്ലോ എൻ്റെ വയറ്റിൽ പിറന്നത്. ചന്ദ്രൻ പറഞ്ഞു, പെണ്ണിനെ ജനിപ്പിച്ചാൽ മാത്രം പോരടി, വളർത്താനും കൂടെ പഠിക്കണം. നേരെ ചൊവ്വേ വളർത്തേണ്ട അമ്മയുടെ കടമയാന്ന് പറഞ്ഞു. പിന്നെ അമ്മയ്ക്ക് മാത്രമല്ല കടമയുള്ളൂ, അച്ഛനൊരു കടമയില്ലല്ലോ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നിങ്ങളെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രനോട് ദേഷ്യപ്പെട്ടു. ചന്ദ്രൻ പറഞ്ഞു, പിന്നെ നിനക്ക് എന്താണ് ഇവിടെ പരിപാടി? ഇവൾ എങ്ങോട്ട് പോകുന്നുണ്ടോ, എന്തൊക്കെ ചെയ്യുന്നുണ്ടോ നീ അറിയണ്ടേ? നീ ഒരു തള്ളയല്ലേ? അതെ, എനിക്ക് ഇവളുടെ പിന്നാലെ പോകാനല്ലേ ജോലി. അല്ലെങ്കിൽ തന്നെ പോലീസുകാരെ വിളിച്ചിട്ട് ഞാൻ ഇവളെ ടോർച്ചർ ചെയ്യുക അതായതാന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു. ഇനിയിപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കൂടെ തല്ലി മേടിച്ച് തരാനായിരിക്കും എനിക്കില്ലേ? അഖിൽ പറഞ്ഞു, ഇതിനുള്ള മരുന്ന് ഞാൻ കൊടുത്തോളാം. അവന് ആ ഹരീഷിന് നീതിനോട് പറഞ്ഞു, ആ ഫോൺ ഇങ്ങ് താടിയെന്ന് പറഞ്ഞു. എന്തിന്? ഞാൻ അവനെ വിളിക്കട്ടെ, വിളിച്ച് രണ്ടെണ്ണം പറയുന്നുണ്ടെന്നും പറഞ്ഞു. നീതിൻ്റെ കയ്യിൽ നിന്ന് ഫോണും കൂടെ വാങ്ങി. എന്നിട്ട് ഹരീഷ് നമ്പറിലേക്ക് വിളിക്കുകയാണ്. പക്ഷെ ഹരീഷ് ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഹരീഷിനെ വിളിച്ചിട്ട് അഖിൽ ചീത്ത പറയണം, എടാ നാണമില്ലാത്തവരെ, എൻ്റെ പെങ്ങളെ നീ വയറ്റിലുണ്ടാക്കിയല്ലേ, നിനക്ക് എങ്ങനെ തോന്നിയടാ? എങ്ങനെ? ഹരീഷ് ഒരു നിമിഷം അന്തം വിട്ടുപോയി. എന്തൊക്കെയാ പറയണേന്ന്? എന്താടാ നിന്റെ വായിക്കകത്ത് നാക്കില്ലേ? എൻ്റെ പെങ്ങളെ ഗർഭിണിയാക്കിയിട്ട് നീ ഒളിച്ചോടി പോയതാണോടാ? എനിക്കറിയാം, നീ ഇങ്ങോട്ട് വന്നാണ്ടല്ലോ നിന്റെ മുട്ടുകാലിയും തല്ലി ഓടിക്കും, അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് വായി വന്ന ചീത്തയും വൃത്തികളും എല്ലാം വിളിച്ച് പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നീതുവിന് പറയണമെന്നുണ്ട് താൻ പ്രഗ്നൻ്റ് അല്ലാന്ന്. പക്ഷെ പറഞ്ഞാൽ ഇപ്പം ശരിയാകത്തില്ല, കുറച്ച് നാളും കൂടെ നാടകം തുടരാം. അവർ തിരികെ വരുന്നോടം വരെ, അവർ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ട, തന്നെ പിടിച്ച് കെട്ടിച്ചൂടാനൊന്നും പോകുന്നില്ലല്ലോ. അവരെത്തിക്കഴിഞ്ഞാൽ പിന്നെ തന്നെ സഹായിക്കാനായിട്ട് ഹരീഷ് വരും എന്നൊരു ചിന്ത നീതുവിന് മനസ്സിലുണ്ട്. പക്ഷെ ഹരീഷ് അന്തം വിട്ടൊന്നും മിണ്ടാൻ നിൽക്കുമ്പോഴത്തേനും നീതുവിൻ്റെ അമ്മ ഫോണും കൂടി പിടിച്ചു പോയി കട്ട് ചെയ്യുകയാണ്. എന്താ അമ്മ എന്തിനാ കോള് കട്ട് ചെയ്തെന്ന് അഖിൽ വെച്ചു. പിന്നെ അവനെ പൊള്ളി പൊട്ടനോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവിടെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന മറ്റവനാ സുഭാഷ്, ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സുഭാഷിനെ വിളിച്ചു. എടാ, നിന്റെ അനുജ് ഒപ്പിച്ചു വെച്ച പണി എന്താണെന്നറിയാമോ? എൻ്റെ മോളെ ഗർഭിണിയാക്കി, എന്നിട്ട് അവൻ ഒന്നുമില്ലാത്തവിടെ നടക്കുക. അവനെ ഞാൻ വെറുതെ വിടില്ല, അവൻ ഇങ്ങോട്ടേക്ക് വന്നോട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ലത ആരാന്ന് അവൻ അറിയത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു.
നിങ്ങൾ എന്തൊക്കെയാ പറയണേ? എടാ, നീയും നിന്റെ കുടുംബം കൂടുതൽ കളിക്കൊന്നും വേണ്ട. എടാ, നാട്ടിൽ എന്തെങ്കിലും ഒരു നല്ല പേര് നിന്നെക്കുറിച്ചോ നിന്റെ കുടുംബത്തെക്കുറിച്ചുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോഴാണ്ട് എൻ്റെ പെണ്ണിനെ പിഴപ്പിച്ച് അവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അവനിട്ടുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കുറേ ചീത്ത. സുഭാഷ് അമ്പരന്ന് പോയി. വിശ്വസിക്കാൻ പോലും പറ്റിയില്ല സുഭാഷിന്. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് വന്നിട്ട് ചോദിച്ചു, എന്താ സുഭാഷ് ചേട്ടാ, മുഖമൊക്കെ എന്താ വല്ലായിരിക്കണമെന്ന് ചോദിച്ചു. ആ സമയം ഹരീഷും കൂടെ വന്നു. അപ്പോഴേക്ക് സുഭാഷ് ഹരീഷിൻ്റെ കരണത്തിൻ്റെ ഒറ്റ അടിയായിരുന്നു. ഹരീഷ് സുഭാഷ് ചേട്ടാന്ന് പറഞ്ഞു. മിണ്ടരുത് നീയ. നികേഷൊക്കെ ഓടി വന്നിട്ട് ചോദിച്ചു, എന്താ സുഭാഷ് ചേട്ടാ, എന്തിനാ ഹരീഷ് ചേട്ടനെ അടിച്ചെന്ന് ചോദിച്ചു. എന്തിനാന്നോ? എന്തിനാന്നേന്ന് പറയുന്നില്ല. അവനെ ആ നീതുനെ പ്രഗ്നൻ്റ് ആക്കിയിരിക്കുന്നു. അവളുടെ അമ്മ വിളിച്ചിട്ട് എന്നെ കുറെ ചീത്ത പറഞ്ഞിരിക്കുന്നു. നീതു ഗർഭിണിയാണോ എന്ന് നികേഷ് ചോദിച്ചു. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, സുഭാഷ് ചേട്ടാ അങ്ങനെ പറയരുത്, ഞാനൊന്നും ചെയ്തിട്ടില്ല. സുധീഷ് ചിരിക്കാൻ തുടങ്ങി. ആഹാ, കൊള്ളാലോ, പമ്മി കൂടി ഇരുന്ന് കാര്യം പണി പറ്റിച്ചല്ലേന്നൊക്കെ ചോദിക്കുകയാണ്. ഹരീഷിന് ആകെപ്പാടെ നാണക്കേട്, വല്ലാത്തൊരു ബുദ്ധിമുട്ട്, എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഇനിയിപ്പോൾ ദൈവമേ, താൻ അങ്ങനെയൊന്നും ചെയ്തിട്ടുമില്ല, പിന്നെ എങ്ങനെയാ അവള് പ്രഗ്നൻ്റ് ആണെന്ന് പറയുന്നത്? ഒന്നും അറിയത്തില്ലാത്തൊരവസ്ഥ. പിന്നീട് ഹരീഷ് നീതുവിനെ വിളിച്ചു നോക്കണം. ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്, വിളിച്ചിട്ട് കിട്ടില്ല. ഹരീഷ് ആകെപ്പാടെ വിഷമിച്ച് പോയിരിക്കുമ്പോഴത്തേനും സുധീഷ് വന്നിട്ട് പറഞ്ഞു, എന്തൊക്കെയായിരുന്നു, എന്നിട്ടിപ്പം ഒടുവിൽ പ്രഗ്നൻ്റ് ആക്കിയിട്ട് കള്ളനെ ഇവിടെ ഒന്ന് ഒളിച്ചിരിക്കുമല്ലേ? അതെ സുധീഷ് ചേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത്? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ പറയത്തുള്ളൂ. അതെ, ചെയ്തിട്ടുണ്ട്, കുറ്റം സമ്മതിച്ച് എടുക്കാനുള്ള ചങ്കൂറ്റം എങ്ങനെ കാണണമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ, പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ? പക്ഷെ സുധീഷിന് അത് വിശ്വാസം വന്നില്ല. സുധീഷ് ചിരിക്കുകയാണ്. ഹരീഷിന് ആകെപ്പാടെ വിഷമം തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നീതു ഹരീഷിനെ വിളിക്കണം. ഹരീഷ് കോള് ചാടിയെടുത്തു. എന്നിട്ട് ചോദിച്ചു, എന്തൊക്കെയാ നീതു ഞാൻ കേൾക്കണേന്ന് ചോദിച്ചു. എന്താ? അല്ല, ഞാൻ അറിഞ്ഞ സത്യമാണോ? എന്തറിഞ്ഞെന്നാ? അത് പിന്നെ നീ ഗർഭിണിയാണോ? ആണ്. എന്താ? ഞാൻ ഗർഭിണിയാൻ പാടില്ലെന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ ഞാൻ അതിനൊന്നും. എന്താ ഹരീഷിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അല്ല, സുഭാഷയുടെ കല്യാണത്തിന് മുമ്പ് കല്യാണം നടക്കില്ലെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഗർഭിണിയാവില്ലെന്നൊന്നും സുഭാഷ് ചേട്ടൻ പറഞ്ഞിട്ടില്ലോ എന്ന് പറഞ്ഞു. ദേ, നീ വെറുതെ കളിക്കരുത്, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്തിനാ ഭ്രാന്ത് പിടിക്കുന്നേ? അത് ഞാൻ ഗർഭിണിയായതിന് ഹരീഷ് എന്തിനാ ഭ്രാന്ത് പിടിക്കുന്നത്? എടിയാണ് ഞാൻ എങ്ങനെയൊന്നും എടി, അതങ്ങനെ ഗർഭിണിയാൻ ഞാനും ചെയ്തിട്ടില്ലോ. പിന്നെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈസി ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് നീതു. അതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഹരീഷിന് ടെൻഷനായി. ദൈവമേ, എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല, ഇവളെന്തൊക്കെയാണ് വിളിച്ച് പറയണേ, അതെങ്ങനെ സംഭവിക്കും? അവൾ ഗർഭിണിയാന്ന് പറയുന്നുമുണ്ട്. ഈശ്വരന്മാരെ, ഈ പെട്ടല്ലോ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. നീതു, നീ സത്യം പറ. ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞെന്ന് പറഞ്ഞു. ഒന്ന് കോളും കട്ട് ചെയ്തു. ഹരീഷിന് സമനില ഇരുന്ന പോലെ തോന്നി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയത്ത് ഭാസ്കരൻ്റെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ചീട്ട് കളിക്കാണ്ട് പോയിരിക്കുകയാണ്. ആ സമയത്താണ് ഭാസ്കരൻ്റെ അളിയൻ, അതായത് ഭാസ്കരൻ്റെ ഭാര്യയുടെ സഹോദരൻ അങ്ങോട്ടേക്ക് വരുന്നത്. അയാളൊന്നിനും ഭാസ്കരൻ അവിടെ ഇരുന്ന് ചീട്ട് കളിക്കുന്നുണ്ടോ, ഇവനിട്ട് ഞാൻ കൊടുക്കുന്നുണ്ടെന്ന്. എൻ്റെ പെങ്ങളെ കൊന്നിട്ട് ഇവൻ സൂചിയോട് വന്നിരിക്കുക. അപ്പോഴേക്കും കൂട്ടുകാരൻ പറഞ്ഞു, വിട്ടേക്ക്, അവന് ഇവിടെ ആ ക്ഷേത്രത്തിൽ അങ്ങോട്ട് പൂജകളൊക്കെ ചെയ്യാൻ വേണ്ടി വന്നാ, അത് കഴിഞ്ഞിട്ട് അവൻ പോയിക്കോളും, അവനെ ശല്യപ്പെടുത്തണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ പെങ്ങളെ കൊന്നവനെ അവനെ ഞാൻ വെറുതെ വിടണോ? ഒരു കാരണവശാലും ഞാൻ വെറുതെ വിടത്തില്ല. അവനിട്ടുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ഭാസ്കരനെ കണ്ടില്ല. പിന്നീട് അയാൾ നേരെ എന്ത് ചെയ്തു, സുഭാഷൊക്കെ താമസിക്കുന്നിടത്തേക്ക് വരുവാണ്. അങ്ങനെ അവിടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഭാസ്കരൻ അവിടെ ഉണ്ടായിരുന്നു. ഭാസ്കരനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇടാന്ന് പറഞ്ഞു അങ്ങ് ചെന്നു. പിന്നെ അവിടെ ഭയങ്കര ഒച്ചപ്പാടും വേളമൊക്കെ. അത് കേട്ടോണ്ട് സുഭാഷും ഒക്കെ അകത്തുനിന്ന് ഇറങ്ങി വന്നു. ഈ സമയത്ത് സുഭാഷ് പറഞ്ഞു, അതെ അമ്മാവ, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. അപ്പോൾ സുഭാഷിന് ഓർമ്മയുണ്ട്, അമ്മയുടെ ആങ്ങള എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്, പ്രശ്നം ഉണ്ടാക്കാതെ പോകാൻ നോക്ക്. എടാ, നിന്റെ അച്ഛന് എൻ്റെ പെങ്ങളെ കൊന്ന് എന്നിട്ട് ഇവിടെ വന്ന് സുഖിച്ച് കഴിയുക, അപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുമോ? എൻ്റെ പെങ്ങളുടെ ജീവനാ പോയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചീത്ത. അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞു, അതെ, നിങ്ങളുടെ പെങ്ങളെ ഞാൻ കൊന്നത് നിങ്ങൾ കണ്ടോന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, കൂടുതലൊന്നും പറയണ്ട, നാട്ടുകാരൊക്കെ പറഞ്ഞല്ലോ, പോരാത്തിന് നീ ജയിലിൽ കിടക്കുകയും ചെയ്തല്ലേ, നീയാടാ ചെയ്തേന്നൊക്കെ പറഞ്ഞു. സുഭാഷ് പറഞ്ഞു, വെറുതെ എന്തിനൊരു പ്രശ്നം ഉണ്ടാക്കുന്ന, പോകാൻ നോക്കാൻ പറഞ്ഞു. പക്ഷേ ഭാസ്കരനെ അടിക്കുകയൊക്കെയാണ്. അപ്പോഴേക്ക് സുധീഷ് ഓടി വന്നിട്ട് എന്ത് ചെയ്തു, അയാളങ്ങ് തള്ളി മാറ്റി മാറി നിൽക്കാനും പറഞ്ഞുകൊണ്ട്. അത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. സുധീഷിനെ കുറേ തല്ലു വേണം എടാന്നും പറഞ്ഞുകൊണ്ട്. ആ സമയത്ത് സുഭാഷിനൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, കാരണം അമ്മയുടെ ആങ്ങളെയാണ്, അപ്പം കയറി തല്ലാൻ പറ്റില്ലല്ലോ. ഈ സമയത്ത് ഹരീഷ് അങ്ങോട്ട് ഒന്ന് പിടിച്ചു മാറ്റണം, മാറി നിൽക്കാനും പറഞ്ഞുകൊണ്ട്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം,
എൻ്റെ ചേട്ടനെങ്ങാനും തല്ലിയുണ്ടല്ലോ പിന്നെ ഞാൻ നോക്കൂല, അമ്മാവനൊന്നും നോക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നമ്മൾ തമ്മിലാണ് പ്രശ്നം. എൻ്റെ മക്കളെ എങ്ങാനും ദേഹത്ത് തൊട്ടിട്ടുണ്ടെങ്കിൽ നീ പിന്നെ ഇവിടുന്ന് ജീവനോടെ പോകത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു, മിണ്ടായിരുന്നോണെന്ന് പറഞ്ഞു. ഈ സമയം സുഭാഷ് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് വന്നേ? നിങ്ങൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു? സുധീഷ് പറഞ്ഞു, അത് ശരിയാ, അമ്മ മരിച്ചതിന് ശേഷം ഒന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ലോ, പിന്നെ എന്നിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നു. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, ആര് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയില്ലെന്ന്? ഞാൻ നിങ്ങളെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ തന്നുവിടാതിരുന്ന. അത് കേട്ട സുധീഷ് പറഞ്ഞു, ഒരു ദിവസം ഒന്നും വന്ന് വിളിച്ചിട്ട് വന്നില്ലെന്ന് കരുതിയിട്ട് ഇത്രയും കാലം ഇത്ര വർഷങ്ങളായിട്ട് നിങ്ങൾ അന്വേഷിക്കാതിരിക്കുമായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഇത് കണ്ടുകൊണ്ടാണ് അകത്തുനിന്ന് ലളിതയൊക്കെ ഇറങ്ങി വരുന്നത്. ലളിതയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, വഴക്കല്ലേ അത് ഭാസ്കരനുമായിട്ട്. അങ്ങനെ ലളിത വന്നു കഴിഞ്ഞപ്പോഴത്തേനും അയാൾ പറഞ്ഞു, ഓ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു. അപ്പം ആംഗ്ലയും പെങ്ങളും എല്ലാവരും കൂടെ കൂടി ചേർന്നല്ലേ? ലളിത പറഞ്ഞു, അതെ, ഞങ്ങൾ ഇവിടെ ക്ഷേത്രത്തിൽ തൊഴുത് പ്രാർത്ഥിക്കാമെന്ന എല്ലാ വർഷവും വരുന്ന ഈ വർഷവും വന്നു എന്ന് പറഞ്ഞു. ഓഹോ, അപ്പം നിങ്ങൾക്ക് ഇതിനകത്തൊരു പങ്കുമില്ലേ? ദേ വെറുതെ എന്നോട് ചിലയ്ക്കാൻ വരില്ല. അല്ലെങ്കിലും ഭാസ്കരനും കുടുംബമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. എൻ്റെ സഹോദരനാന്ന് പറയാൻ പോലും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എന്നെ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. ലളിത അങ്ങനെ കൈയൊഴിഞ്ഞ് നിൽക്കുകയാണ്. ഒടുവിൽ സുഭാഷ് എന്നിട്ട് പറഞ്ഞു, അതേ അമ്മാവ, വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ പോകാൻ നോക്കാൻ പറഞ്ഞു. ഒടുവിൽ അയാൾ ഭാസ്കരനോട് പറഞ്ഞു, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഭാസ്കരൻ പറഞ്ഞു, നീ എന്ത് കാണിക്കാനടാ? നിന്റെ പെങ്ങളെ ഞാൻ കൊന്നതാ, എന്താടാ നിനക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ചെയ്യടാന്ന് പറഞ്ഞു. ഭാസ്കരൻ വീണ്ടും വെല്ലുവിളിച്ചോണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ പറഞ്ഞിട്ട് കയ്യെ പിടിച്ചോണ്ട് വിളിച്ചോണ്ട് ഇങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ പോയിട്ട് പറഞ്ഞു, നമുക്ക് ഇന്ന് തന്നെ പൂജകളും വഴിപാടുകളും നടന്നില്ലേ, ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. കാരണം ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രശ്നം ഉണ്ടാവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറയണേ. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു, എല്ലാവരും കൂടെ അപ്പം തന്നെ അവിടെ നിന്ന് പായ്ക്ക് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോരുവാണ്. അങ്ങനെ രാത്രിയൊക്കെ ആവാറായി. സന്ധ്യയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞ ഉടനെ ഹരീഷ് എന്ത് ചെയ്തു, ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങുവാണ്. അപ്പോഴേക്ക് സുധീഷ് വെച്ച് എങ്ങോട്ടാ? എനിക്ക് അവളെ ഒന്ന് കാണണം, നീതുവിനെ, അവൾ ഗർഭിണിയാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു. വേണ്ട. പക്ഷേ സുധീഷ് ഹരീഷിനെ തന്നെ വിട്ടില്ല. അങ്ങനെ രണ്ടുപേരും കൂടെ പോയി. വീണ്ടും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രനും അഖിലും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഹരീഷ് അങ്ങ് വരുന്നപ്പോൾ എടാന്ന് പറഞ്ഞു ഹരീഷിനെ വന്ന് കോടർന്ന് പിടിക്കണം. സുധീഷ് ഓടി ഇറങ്ങി വന്നു. അപ്പോഴേക്കും ഹരീഷിനെ വിളിച്ചോണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോയി കഥ അടയ്ക്കുകയാണ്. നീ എൻ്റെ പെങ്ങളെ ഗർഭിണിയാക്കും അല്ലേടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ. വീട്ടിൽ കിടന്നിട്ട് ഒച്ചപ്പാട് കേട്ടനാണ് നീതു ഇറങ്ങി വരുന്നത്. നീതു നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടും ബഹളവും തല്ലും പഴക്കമൊക്കെ. നീതു ഇടയ്ക്കിലേക്ക് കയറിട്ട് എന്തായി കാണിക്കണം എന്നൊക്കെ ചോദിച്ച് വഴക്കുണ്ടാക്കണം. അപ്പോഴേക്കും സുധീഷ് ഓടി കയറി വന്നു. സുധീഷ് വന്നു കഴിഞ്ഞപ്പോൾ കഥ തുറന്നു കൊടുക്കാതിരിക്കാൻ പറ്റില്ല ചന്ദ്രന്. അങ്ങനെ സുധീഷ് കേട്ടിച്ച്, നീയൊക്കെ എന്താണ് എൻ്റെ അനിയനെ ചെയ്യുന്നത്? എൻ്റെ അനിയച്ചൻ്റെ ദേഹത്തൊരു പോർലങ്കാലും ഉണ്ടല്ലോ, ഒന്നിനെ ഞാൻ വെറുതെ വിടല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളി നടത്തുവാണ്. ആ സമയം ഹരീഷ് ചോദിച്ചു, നീതു നീ ഗർഭിണിയാന്ന് വിളിച്ചു പറഞ്ഞല്ലോ, എനിക്കൊന്നും അറിയത്തില്ല, നീ എന്തൊക്കെയാ പറയണമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും നീതുവിൻ്റെ അമ്മ ഞെട്ടിപ്പോയി. എഴി കണ്ടോ അവൻ പറയണേ, നിന്നെ ഗർഭിണിയാക്കിയിട്ട് ഇപ്പം നിന്നെ ഉപേക്ഷിക്കാനുള്ള പുറപ്പാടാ, നിനക്ക് ഇങ്ങനെ തന്നെ വേണം. അവൻ പറഞ്ഞത് കേട്ടോ, അവനൊന്നും അറിയില്ലാന്ന്. അപ്പോഴേക്കും അഖില് പറഞ്ഞു, ഇതേ വെറുതെ അനാവശ്യം പറയരുത്, എനിക്കൊന്നും അറിയില്ല, അവൾ ഗർഭിണിയായിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. നിനക്കും അറിയത്തില്ലല്ലേ എന്ന് ചോദിച്ചോണ്ട് ഹരീഷിന് നേർക്ക് വീണ്ടും കൈ വാങ്ങിക്കൊണ്ട് അഖിലെ എല്ലുവാണ്. അപ്പോഴേക്കും സുധീഷ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു, തൊട്ടു പോരോന്ന് പറഞ്ഞു. ഈ സമയത്ത് നീതു പറഞ്ഞു, എന്തിനാ അങ്ങോട്ടും കിടങ്ങണമെന്ന് ഒച്ചപ്പാണ്ടാക്കുന്നേ? ആ സമയം ഹരീഷ് വെച്ചു, നീ ഗർഭിണിയാന്നൊരു സത്യമാണോ? അല്ല, ഞാൻ കള്ളത്തരം പറഞ്ഞ. ഈ തവണ ഞെട്ടിയത് നീതുവിൻ്റെ വീട്ടുകാരാണ്. കള്ളത്തരം പറഞ്ഞു? അതെ. ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചതെന്ന് ഹരീഷേട്ടന് അറിയാവോ? ഹരീഷേട്ടൻ കുടുംബക്ഷേത്രത്തിലേക്ക് പോയ സമയത്ത് ഈ നിൽക്കുന്ന എൻ്റെ അഖിലേട്ടൻ്റെ കൂട്ടുകാരൻ പ്രേമനുണ്ടല്ലോ, അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്കി. എന്നെ ക്ഷേത്രത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. അവിടെ വെച്ചാൽ ഞാൻ കാര്യങ്ങൾ അറിയണേ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പ്രഗ്നൻ്റ് എന്ന് കള്ളത്തരം പറഞ്ഞ് അവിടുന്ന് രക്ഷപ്പെട്ടെ. അപ്പം നീ കള്ളത്തരം പറഞ്ഞായിരുന്നു അല്ലേടെന്ന് ചോദിച്ചുകൊണ്ട് അഖില നേരെ നീതിൻ്റെ അടുത്തേക്ക് വരുവാണ്. അപ്പോഴേക്കും ഇടയ്ക്കിലേക്ക് ഹരീഷ് കയറി, തൊട്ടു പോയേക്കരുതെന്ന് പറഞ്ഞു. തൊട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയം നീതു പറഞ്ഞു, ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു ഹരീഷേട്ടാ? എൻ്റെ കല്യാണം നടന്നു പോയനം. ഒരു പക്ഷെ ഞാൻ അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞില്ലായിരുന്നെങ്കിലും ലതയ്ക്ക് സഹിച്ചില്ല. എടി ഒരുമ്പെട്ടോളെ, അപ്പം നീയെ ഞങ്ങളെല്ലാം വിഡ്ഢികളാക്കുമായിരുന്നല്ലേന്ന് ചോദിച്ചു. ആ സമയത്ത് നീതു ഹരീഷിൻ്റെ കൈ പിടിച്ചു. ഹരീഷേട്ടനും കൂടെ ഒന്ന് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി പോരുവാണ്. അന്തം വിട്ട് നിൽക്കുവാണ് നീതുവിൻ്റെ അച്ഛനും അമ്മയൊക്കെ. സുധീഷും കൂടെ ഇറങ്ങിപ്പോന്നു. സുധീഷിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇത്തിരി സംസാരിക്കേണ്ട. സുധീഷിനോട് ഒന്ന് മാറി നിൽക്കാമെന്ന് ചോദിച്ചു. സുധീഷ് അങ്ങോട്ട് മാറി നിന്നു. അങ്ങനെ മാറി നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും
ഹരീഷിനോട് പറഞ്ഞു, ഹരീഷേട്ട അതെ ക്ഷമിക്കണം കേട്ടോ, എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാന്നൊക്കെ പറഞ്ഞു ക്ഷമയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ ഹരീഷിനെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പം അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പം ഇനിയിപ്പം നമ്മൾ വരുന്ന ദിവസങ്ങളിൽ എന്താണെങ്കിലും സുധീഷും അതുപോലെ നിധിയും കൂടുതൽ അടുക്കുന്ന കാഴ്ചകളൊക്കെയാണ് കാണാൻ പോകുന്നത്. ക്ഷേത്രത്തിൽ പോയി വഴിപാടുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല സുഭാഷിൻ്റെ കല്യാണം അധികം വൈകാതെ നടക്കുകയും ചെയ്യും. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.